ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ 2/8/2025 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ കേരള PSCയുടെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൽ ചോദിച്ച ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ഡാഷ് അറ്റ് ദ ക്രിറ്റിസിസം. ഈ കുഡ് നോട്ട് ഹെൽപ്പ് അല്ലെങ്കിൽ കനോട്ട് ഹെൽപ്പിന് ശേഷം ING ഫോം ചേർന്ന പദമാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ടീച്ചർ കുഡ് നോട്ട് ഹെൽപ്പ് ലാഫിംഗ് ആണ് കറക്റ്റ് ആൻസർ ലാഫിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തന്നിരിക്കുന്നത് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. കണ്ടീഷണൽ ക്ലോസിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചോദ്യം വായിക്കാം. ഇഫ് ഐ ഹാവ് ദ മണി ഐ ഡാഷ് എ ന്യൂ ഡ്രസ് ഫോർ യു. ഇഫ് ഐ ഹാവ് ദ മണി, അവിടെ തമ്മിലാണ് ഈഫ് ക്ലോസ്. ആ ഈഫ് ക്ലോസിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈഫ് ക്ലോസ് തന്നിരിക്കുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. ഈഫ് ക്ലോസിൻ്റെ ഭാഗം പ്രസൻറ്റ് ടെൻസ് വരികയാണെങ്കിൽ അതിനുശേഷം കോമയ്ക്ക് ശേഷം വരുന്ന മെയിൻ ക്ലോസിൻ്റെ ഭാഗത്ത് വിൽ, ഷാൾ, ക്യാൻ, മേ പ്ലസ് V1, അതായത് വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇഫ് ഐ ഹാവ് ദ മണി, അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഹാവിന് ശേഷം മറ്റൊരു വെർബോ ഒന്നും കാണുന്നില്ല. അപ്പോൾ ഹാവ് തന്നെയാണ് അതിൽ മോഡൽ ഓക്സിലറി വെർബായ ഹാവ് തന്നെയാണ് അതിലെ മെയിൻ വെർബായിട്ട് ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്, അതായത് സിമ്പിൾ പ്രസൻറ്റ്. അപ്പോൾ അതിന് ശേഷം സബ്ജക്റ്റ് ഐക്ക് ശേഷം വിൽ പ്ലസ് അല്ലെങ്കിൽ വിൽ, ഷാൾ, ക്യാൻ, മേ ഇങ്ങനെയുള്ള ഓക്സിലറി വെർബിന് ശേഷം ഫസ്റ്റ് ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഐ വിൽ ബൈ, ഇവിടെ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വിൽ ബൈ. അപ്പോൾ ഇഫ് ഐ ഹാവ് ദ മണി ഐ വിൽ ബൈ എ ന്യൂ ഡ്രസ് ഫോർ യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. മൈ മദർ ഡാഷ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. ഫോർ 10 years നമുക്കറിയാം സിൻസും ഫോറും വന്നിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അതായത് സബ്ജക്റ്റിന് ശേഷം ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൈ മദർ എന്ന് പറയുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണ്, അതുകൊണ്ട് മൈ മദറിന് ശേഷം ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് മൈ മദർ ഹാസ് ബീൻ ലിവിങ് ഇൻ ദിസ് ഹൗസ് ഫോർ 10 years. അടുത്ത ചോദ്യം, The poem tempts the readers to ponder dash the beauty of nature. പോണ്ടർ എന്ന് പറയുന്ന പദത്തിൻ്റെ കൂടെ ചേർക്കേണ്ട പോണ്ടർ ഓവർ എന്നാണ്. കറക്റ്റ് ആൻസർ പോണ്ടർ ഓവർ. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പഠിച്ച് തന്നെ ശീലിക്കണം. ആൻസർ ഒന്നുകൂടി പറയാം. The poem tempts the readers to ponder over the beauty of nature. Next question, give a one-word substitute for a person who loves books. A person who loves books. പുസ്തക പ്രേമീനെ എന്താണ് പറയുക? അപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബിബ്ലിയോഫൈൽ, ഒംനീസിയൻ്റ്, പോളിഗ്ലോട്ട്, ഒംനിപൊട്ടൻറ്റ്. അപ്പോൾ ഇത് നമ്മൾ 4ഉം പഠിച്ച് തന്നെ പറ്റൂ. പഠിച്ചവർക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റൂ. അപ്പോൾ പുസ്തക പ്രേമീനെ നമ്മൾ പറയുന്നത്, അതായത് ബിബ്ലിയോഫൈൽ എന്നാണ്. ബിബ്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ സംവൺ ഹു ലവ്സ് ആൻഡ് കളക്ട് ബുക്സ്, അതാണ് ബിബ്ലിയോഫൈൽ. അപ്പോൾ നമുക്ക് മറ്റതിൻ്റെയും കൂടി ആൻസർ നമ്മൾ കണ്ടെത്തിയേ പറ്റൂ, കാരണം ഇതൊക്കെ PSC എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് ഒംനീസിയൻ്റ് എന്താണ്? ഒംനീസിയൻ്റ് നോയിങ് എവറിത്തിങ്, അതായത് ആൻ ഒംനീസിയൻ്റ് നെറേറ്റർ അല്ലെങ്കിൽ ഗോഡ് ഈസ് ഒംനീസിയൻ്റ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ് അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷൻ പോളിഗ്ലോട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ് പോളിഗ്ലോട്ട്. എന്താണ് പോളിഗ്ലോട്ട്? എ പേഴ്സൺ ഹു സ്പീക്സ് മോർ ദാൻ 1 ലാംഗ്വേജ്. ഒന്നിലധികം ഭാഷ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക? പോളിഗ്ലോട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒന്നുകൂടി ഉണ്ട്, ഒംനിപൊട്ടൻറ്റ്. എന്താണ് ഒംനിപൊട്ടൻറ്റ്? ഒംനിപൊട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഹാസ് അൺലിമിറ്റഡ് പവർ ഓർ അതോറിറ്റി. അൺലിമിറ്റഡ് പവർ ഓർ അതോറിറ്റി, അതായത് സർവശക്തൻ. ഇതിനെയാണ് നമ്മൾ ഒംനിപൊട്ടൻറ്റ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ? എ പേഴ്സൺ ഹു ലവ്സ് ബുക്സ് ഈസ് കോൾഡ് ബിബ്ലിയോഫൈൽ. കറക്റ്റ് ആൻസർ ഈസ് ബിബ്ലിയോഫൈൽ.
നെക്സ്റ്റ് ദ കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഈസ് ഡാഷ്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന വേർഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എന്താണ് നമ്മൾ ഏതിൻ്റെ സ്പെല്ലിംഗ് ആണ്? വാക്യൂം. വാക്യൂം എന്ന് പറയുന്ന ഈ വേർഡിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? നമുക്കപ്പോൾ ശ്രദ്ധിക്കുക, വാക്യൂം എന്ന് പറയുന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ VACUUM. ഒരു സി മാത്രമേ ഉള്ളൂ, 2 യു അടുത്ത് വരുന്ന ഇതാണ് വാക്യൂം എന്ന് പറയുന്നത്. കറക്റ്റ്ലി സ്പെൽറ്റ് വേർഡ് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഡസ് ദ ഫോറിൻ ഫ്രേസ് വിസ വി മീൻ? ഈ ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണ്? വിസ വി എന്ന് പറയുന്ന ഫോറിൻ ഫ്രേസിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വിസ വിയുടെ അർത്ഥം ഇൻ റിലേഷൻ ടു. കറക്റ്റ് ആൻസർ ഇൻ റിലേഷൻ ടു, ഫേസ് ടു ഫേസ് എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെ കലക്റ്റീവ് നൗൺസാണ് തന്നിരിക്കുന്നത്. കലക്റ്റീവ് നൗൺസ് ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. ഷീപ്പ്, ഫ്ലോക്ക്, എ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയും നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഫിഷിൻ്റെ എന്താണ് ഉപയോഗിക്കുക? അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്തൊക്കെയാണ്? ക്ലസ്റ്റർ, കോളനി, പോഡ്, സ്കൂൾ. അപ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞ് ശീലിക്കാം. ഫിഷിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് എ സ്കൂൾ ഓഫ് ഫിഷ്, അങ്ങനെയാണ് പറയാറ്, സ്കൂൾ ഓഫ് ഫിഷ്. അല്ലെങ്കിൽ എ ഷോൾ ഓഫ് ഫിഷ് എന്നും പറയും. സ്കൂൾ ഓഫ് ഫിഷ് എന്നും ഉപയോഗിക്കാറുണ്ട്, ഷോൾ ഓഫ് ഫിഷ്. ക്ലസ്റ്ററിൻ്റെ ക്ലസ്റ്റർ ഓഫ് സ്റ്റാർസ്